നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം. ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസ്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നടപടിയെടുത്തത് UDF ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM. CPM UDFനെ കണ്ടു പഠിക്കണമെന്നും സതീശൻ. പൊതുരംഗത്തുള്ള യുവതികൾക്കെതിരെ UDF നടത്തുന്ന ശക്തമായ കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF നേതൃനിര എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ മുഖകണ്ണാടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ. പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിച്ച് നയാര. പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് കമ്പനികളും വില വർദ്ധിപ്പിച്ചേക്കും. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസ്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇത്തരത്തിൽ കേരളത്തിൽ നല്ല ഒരിടത്തും അനാവശ്യമായി ഒരു സ്ത്രീയെയും അപമാനിച്ചുകൊണ്ട് 10 വോട്ട് കൂടുതൽ നേടാനായിട്ട് ദയവ് ചെയ്ത് ഒരാളും ശ്രമിക്കുക. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. വ്യക്തിഹത്യയും ആക്ഷേപകരവുമായ പരാമർശം നടത്തിയ സംഭവത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാധ്യമ വാർത്തകളും സാമൂഹിക മാധ്യമ പോസ്റ്റുകളും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ജില്ലാതല കമ്മിറ്റിക്ക് കൈമാറുകയും സ്ക്രീനിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനം എടുക്കുകയുമായിരുന്നു. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് നിർദ്ദേശം. ലീഗ് കായംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ഇർഷാദാണ് യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സംഭവം. ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും വാക്ചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അത് വിൽപ്പനയ്ക്ക് വെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നായിരുന്നു ഇർഷാദിന്റെ വിവാദ പരാമർശം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്ക് ചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നുള്ള രീതിയിൽ ബൂത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി വോട്ട് നേടിക്കൊടുത്തുകൊണ്ട് ലിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുവാനും ഈ പറയുന്ന MLA ഇവിടെ നിന്നും പറഞ്ഞു വിടുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. സംഭവത്തിന് പിന്നാലെ ഇർഷാദിനെ ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. നിയോജകമണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ഇതേസമയം ഇർഷാദിനെതിരെ യു പ്രതിഭ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. കുന്നത്തൂർ നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാവില്ലെന്നും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരിലേക്കും ആനുകൂല്യങ്ങളും വികസന നേട്ടവും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകുമെന്നും വികസന കുതിപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കർ. കുന്നത്തൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി രാജ്പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഉണ്ടാകില്ലെന്നും ജാവദേക്കർ പറഞ്ഞു. बंगाल में चुनाव हो रहा है,
तमिलनाडु में चुनाव हो रहा है, पुडुचेरी में चुनाव हो रहा है और केरल में भी चुनाव हो रहा है। और मैं ये भविष्यवाणी करता हूँ कि इस बार सारे राज्य चुनाव हम जीतेंगे, केरल भी जीतेंगे। ദേശീയ കൗൺസിൽ അംഗം ജി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. തിരുട്ട് കുടുംബമായി മാറിയില്ലേ പിണറായി കുടുംബം? പിണറായി കൊള്ളക്കാരൻ, പിണറായിയുടെ മോളോ ഏറ്റവും വലിയൊരു കൊള്ളക്കാരനെ രണ്ടാമത് കെട്ടി അവനവന്റെ ഭാര്യയെ ചവിട്ടിക്കൊല്ലാൻ പോയിട്ട് ബന്ധമൊഴിഞ്ഞ 2 കുട്ടികളുള്ള ഒരു കുടുംബമുണ്ട്. പിണറായിയുടെ മുസ്ലിം മരുമോന് നിങ്ങൾ ആലോചിച്ചോണം, വീരയ്ക്കും മകനോട് ഭർത്താവിനെ കളന്നതാണ് അല്ലേ? രണ്ടാമത് കല്യാണം കഴിച്ചു, അവർക്കൊരു കമ്പനി ഉണ്ടാക്കി. എന്താ കമ്പനിയാ? IT കമ്പനി. എന്താ പിണറായി പറഞ്ഞത്? എന്റെ മകളുടെ IT കമ്പനിക്ക് വേണ്ടി പൈസ ഇല്ലാതെ എന്റെ ഭാര്യ കമ്പനിയുടെ ഗ്രാറ്റുവിറ്റി കിട്ടിയ പൈസയാണ് ഒരു IT കമ്പനി ഉണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു കൊള്ളക്കാരന്മാര്. ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ, മാമ്പഴത്തറ സലീം, ബൈജു ചെറുപൊയ്ക, ആറ്റുപുറം സുരേഷ്, സന്തോഷ് ചിറ്റേടം, ധനേഷ് പുളിന്താനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം കോർപ്പറേഷനിൽ താൽക്കാലിക നിയമനം നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മേയറുടെ വീട്ടുജോലിക്കാരനാണ് കോർപ്പറേഷനിൽ താൽക്കാലിക നിയമനം നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കൊല്ലം മേയറുടെ വീട്ടിലെ ജോലിക്കാരനെ ചട്ടം ലംഘിച്ച് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ നിയമിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ച്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നടപടിയെടുത്തത് UDF ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM UDF-നെ കണ്ടുപഠിക്കണം. മുഖ്യമന്ത്രിയുടേത് ഇരട്ടത്താപ്പ് നയമാണെന്നും VD സതീശൻ ശാസ്താംകോട്ടയിൽ പറഞ്ഞു. CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല, ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ, ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവർ വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അതൊക്കെ നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ അതുകൂടി കൊടുത്താൽ മതി, ഞാനതിപ്പോ പറയുന്നില്ല. ഇപ്പൊ അവരൊരു ഇരയായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ തൊട്ടപ്പുറത്തേക്ക് ഇട്ടുകൊടുത്താൽ മതി. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരെതിരെ നടപടിയെടുക്കാത്ത CPM ആണ്. ഞങ്ങളെ കണ്ടുപഠിക്കണം CPM. ഇരയപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJPയുടെ സീൽ എങ്ങനെ വന്നു എന്നതിൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ BJPയുടെ സീൽ എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. UDF ഇരവിപുരം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ട്. ഒരിക്കലും ഇത്രയും കുറഞ്ഞ സമയങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ ദിവസം നോമിനേഷൻ കൊടുക്കാൻ നോമിനേഷൻ പേപ്പർ പോലും കിട്ടിയില്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ജനാധിപത്യത്തെ BJP കശാപ്പ് ചെയ്യുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാരണം ഇത്തവണത്തെ ഇലക്ഷൻ BJPക്കാർ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിച്ചത്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന 2 സംസ്ഥാനങ്ങൾ ആസാമും കേരളവുമാണ്, പോണ്ടിച്ചേരി.
ഈ 3 സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഒരിക്കലും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യത്തെ ദിവസം പോലും നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ നോമിനേഷൻ പേപ്പർ കിട്ടിയില്ല. അപ്പോൾ കോൺഗ്രസിന് മുൻതൂക്കം വരുന്ന പോണ്ടിച്ചേരി, കേരളം, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തുക. പിന്നെ പ്രശ്നം എന്താണ്? ഈസ്റ്റർ വരാൻ പോവുകയാണ്. പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളി, ഈസ്റ്റർ. ഇടയ്ക്ക് വന്നത് 2 ദിവസം ചെറിയ പെരുന്നാളായിരുന്നു. ആ 2 ദിവസം ഒന്നും നടന്നില്ല. ചുരുക്കത്തിൽ ഒരാഴ്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരാഴ്ച മുഴുവൻ അവധിയാണ്. നാടായ നാട് മുഴുവൻ ഉത്സവങ്ങളാണ്. അമ്പലത്തിൽ ഞാൻ സ്ഥാനാർത്ഥി കൂടിയാണ്. എല്ലായിടത്തും ഉത്സവങ്ങൾ നടക്കുകയാണ്. ആരെയും സമയത്ത് കിട്ടുന്നില്ല. ഈ ഒരു സമയം നോക്കി തെരഞ്ഞെടുപ്പ് വെച്ചതും 1 മാസം കഴിഞ്ഞേ നമ്മുടെ റിസൾട്ട് വരുന്നുള്ളൂ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസം കൂടിയുണ്ട്. അശാസ്ത്രീയമായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് കോൺഗ്രസിനും UDF-നും തയ്യാറെടുപ്പുകൾക്ക് സമയം കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. KPCC സെക്രട്ടറി ബേബിസൺ അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ, UDF ചെയർമാൻ KC രാജൻ, A ഷാനവാസ് ഖാൻ, AASIS, ബാബു ദിവാകരൻ, രാജേന്ദ്ര പ്രസാദ്, വിപിനചന്ദ്രൻ, സിസിലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വെള്ളിയാഴ്ച തൃശൂരിലെ തൃത്തല്ലൂരിൽ നടക്കും. നാടക നടനായിരുന്നു EA രാജേന്ദ്രന്റെ തുടക്കം. തുടർന്ന് സിനിമയിലെത്തിയ രാജേന്ദ്രൻ 60ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്തു. ഇതിനു പുറമെ ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ ചെയർമാനായും പ്രവർത്തിച്ചു. നടൻ മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. തൃശൂർ ജില്ലയിൽ തൃത്തല്ലൂരിലെ ഏങ്ങൂർ തറവാട്ടിൽ അയ്യപ്പൻ സുമതി ദമ്പതികളുടെ മകനായാണ് ജനനം. തൃത്തല്ലൂർ UP സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്കൂൾ സാഹിത്യ സമാജവുമായി ബന്ധപ്പെട്ട നാടകാവതരണങ്ങളിൽ സജീവമായി പങ്കെടുത്തു. കലാലയ പഠനത്തിനു ശേഷം ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന രാജേന്ദ്രൻ 1ാം റാങ്കോടെ ബിരുദം നേടി. ഇതിനുശേഷം പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെലിവിഷൻ കോഴ്സിന് ചേർന്നു. പൂനെയിലെ പഠനശേഷം നാട്ടിലെത്തിയ സന്ദർഭത്തിലാണ് O മാധവന്റെ മകളും മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും വിവാഹിതരായി. അക്കാലത്ത് സന്ധ്യ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിയായിരുന്നു. വിവാഹശേഷം കൊല്ലത്തെത്തിയ രാജേന്ദ്രൻ ഭാര്യാപിതാവായ O മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാളിദാസ കലാകേന്ദ്രം എന്ന നാടകസമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. നാടകകൃത്തായ ജോസ് ചെറുമലിന്റെ സഹായത്തോടെ രാജേന്ദ്രൻ തന്നെ ഒരു റഷ്യൻ നോവൽ നാടകമാക്കി. 1987 ഏറ്റവും മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഈ നാടകത്തിന് ലഭിച്ചു. പിന്നീട് രാജേന്ദ്രൻ തന്നെയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിന്റെ പ്രധാന ചുമതലക്കാരൻ. 7 വർഷക്കാലം രാജേന്ദ്രനും സന്ധ്യയും തന്നെയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിലെ പ്രധാന അഭിനേതാക്കളും. ഈ കാലയളവിൽ സന്ധ്യയ്ക്ക് ഏറ്റവും മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തുവന്ന രാജേന്ദ്രൻ VR ഗോപിനാഥിന്റെ ഗ്രീഷ്മം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും പിന്നീട് കുറെ കാലം ചലച്ചിത്ര മേഖലയിൽ നിന്ന് മറ്റ് അവസരങ്ങളൊന്നും ഇദ്ദേഹത്തെ തേടിയെത്തിയില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരികെ എത്തിയത് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെയാണ്. പിന്നീട് പ്രണയവർണ്ണങ്ങൾ, ദയ, പട്ടാഭിഷേകം തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ വില്ലനായും സ്വഭാവ നടനായും അഭിനയിച്ചു. വീട്ടിലും കാളിദാസ കലാകേന്ദ്രത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് മൃതദേഹം തൃശൂരിലേക്ക് കൊണ്ടുപോയി. വെള്ളിയാഴ്ച ജന്മനാടായ തൃത്തല്ലൂരിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, നടൻ ദേവൻ തുടങ്ങി സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊതുരംഗത്തുള്ള യുവതികൾക്കെതിരെ UDF നടത്തുന്ന ശക്തമായ കടന്നാക്രമണങ്ങൾ അവർ അവസാനിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF നേതൃനിര എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ മുഖ കണ്ണാടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. സ്ത്രീകൾക്കെതിരെ എന്തും പറയാവുന്ന അവസ്ഥ അനുവദിക്കില്ല. പ്രതിഭയ്ക്കെതിരെയുള്ള പരാമർശത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേതൃനിര എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ മുഖക്കണ്ണാടിയാണ് കായംകുളത്ത് അവരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവരുടെ പ്രമുഖ നേതാവ് സ്ത്രീ വിരുദ്ധ പ്രചാരവേല അപമാനകരമായ രീതിയിൽ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമത്തെ കേരളീയ സമൂഹം ഒന്നടങ്കം, സ്ത്രീകൾ മാത്രമല്ല കേരളീയ സമൂഹം ഒന്നടങ്കം പ്രതിഷേധിക്കുകയും അപലപിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. UDFിൻ്റെ നേതൃനിരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അനുഭവം, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്.
അതിൻ്റെ തുടർച്ചയിലാണ് ഇങ്ങനെ ഓരോന്നുമായിട്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശം വന്നുകൊണ്ടിരിക്കുന്നത്. ആ പരാമർശത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് അപലപിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്. ജനങ്ങളാകെ തന്നെ ആ പ്രതിഷേധത്തിലാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്ത്രീകളായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ, സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോൾ അവർക്കെതിരായി വരുന്ന കടന്നാക്രമങ്ങളെ ശക്തിയായിട്ട് കേരളം എതിർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വീണ്ടും പ്രതിഭയുടെ കാര്യത്തിൽ ഉണ്ടായ സംഭവം. ചിന്തക്കെതിരായിട്ട് ഇതേപോലെ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ രംഗത്തേക്ക് വരുന്ന, രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന, പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ള നേതാക്കൾക്കെതിരായിട്ട് ശക്തിയായ കടന്നാക്രമണം നടത്തുന്ന രീതിയാണ് UDF പിന്തുടരുന്നത്. അത് അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളം ഒറ്റക്കെട്ടായി അത്തരം നീക്കങ്ങളെ പ്രതിഷേധിച്ചിട്ടുണ്ട്, പ്രതിരോധിച്ചിട്ടുണ്ട്, ഇനിയും പ്രതിരോധിക്കുന്നത് തന്നെയാണ്. നിയമപരമായിട്ട് നേരിടും. അവർ തന്നെ പറഞ്ഞല്ലോ, പ്രതിഭ തന്നെ പറഞ്ഞു, നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. അത് നേരിടാൻ തന്നെയാണ് ആലോചിക്കുന്നത്. BJP മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ് എസ് കല്ലട RSPയിൽ ചേർന്നു. നേതൃത്വത്തിന്റെ അവഗണനയാണ് RSPയിൽ ചേരാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. RSP കുന്നത്തൂർ നിയോജക മണ്ഡലം ഓഫീസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം തുണ്ടിൽ നിസാർ പതാക നൽകി രഘുനാഥിനെ സ്വീകരിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗവും 2 തവണ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയുമായിരുന്ന മുതിർന്ന നേതാവ് രഘുനാഥ് എസ് കല്ലടയാണ് RSPയിൽ ചേർന്നത്. 1987-ലും 1991-ലും രഘുനാഥ് നിയമസഭയിലേക്ക് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. നേതൃത്വത്തിന്റെ അവഗണനയാണ് RSPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നമ്മുടെ സുധാകി പറഞ്ഞതുപോലെ 1980 മുതൽ തന്നെ BJPയുടെ സൈന്യം പ്രവർത്തനമായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും ജനപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആരംഭികയുള്ള വീടായിരുന്നു. നിർഭാഗ്യവശാൽ RSP നിയോജക മണ്ഡലം ഓഫീസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം തുണ്ടിൽ നിസാർ പതാക നൽകി സ്വീകരിച്ചു. സുധാകരൻ പിള്ള, സുഭാഷ് എസ് കല്ലട, ശ്യാം പള്ളിശ്ശേരിക്കൽ, ബഷീർ പനപ്പട്ടി, ഷിബു ചിറക്കട, നവാസ് ചേമത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊലക്കേസ് പ്രതി അലുവാതുലിനെ നടുറോഡിൽ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വ്യാഴാഴ്ച രാവിലെ സംഭവം നടന്ന കരുനാഗപ്പള്ളി പുതിയകാവ് പെട്രോൾ പമ്പിന് സമീപം എത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. സായുധ പോലീസിന്റെ അകമ്പടിയോടെയായിരുന്നു പ്രതികളെ സ്ഥലത്ത് എത്തിച്ചത്. കൊലക്കേസ് പ്രതി അലുവാതുലിനെ നടുറോഡിൽ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ സംഭവം നടന്ന കരുനാഗപ്പള്ളി പുതിയകാവ് പെട്രോൾ പമ്പിന് സമീപം എത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. സായുധ പോലീസിന്റെ ഉൾപ്പെടെ അകമ്പടിയോടെ ശക്തമായ പോലീസ് സന്നാഹത്തോടെയായിരുന്നു പ്രതികളെ സ്ഥലത്തെത്തിച്ചത്. കരുനാഗപ്പള്ളി ACP ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP ജോസ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കടത്തൂർ കണ്ണമ്പള്ളിത്തെക്കതിൽ വീരപ്പൻ എന്ന അനീർ, കടത്തൂർ കരിപ്പള്ളി കിഴക്കതിൽ ബ്ലാക്ക് വിഷ്ണു എന്ന വിഷ്ണു, കടത്തൂർ വലിയത്ത് പടിഞ്ഞാറ്റതിൽ മണ്ണണ്ണ നൌഫൽ എന്ന നൌഫൽ, കടത്തൂർ കുന്നേവടക്കതിൽ ഹുസൈൻ, പുന്നക്കുളം കുറവൻതറ കിഴക്കതിൽ മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ഷംനാദ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. തുടർന്ന് കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൾ പോലീസിന് വിശദീകരിച്ചു നൽകി. തുടർന്ന് പ്രതികൾ രക്ഷപ്പെട്ട വഴികളിലൂടെ ഇവരുടെ വീടുകളിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിച്ച് നയാര. പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രാജ്യത്ത് 7000-ലധികം പെട്രോൾ പമ്പുകളാണ് നയാരയ്ക്കുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാര എനർജി പെട്രോൾ ഡീസൽ വില കുത്തനെ കൂട്ടി. പെട്രോൾ ലിറ്ററിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ് നയാര. ഇന്ത്യയിൽ 7000-ഓളം പെട്രോൾ പമ്പുകളാണ് നയാരയ്ക്കുള്ളത്. ഇറാൻ യുദ്ധം തുടങ്ങിയതോടെ ഹോർമുസ് വഴിയുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെടുകയും രാജ്യാന്തര വില വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ US, ജർമ്മനി, ഫ്രാൻസ്, പാകിസ്ഥാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇന്ധനവില കൂട്ടിയപ്പോഴും ഇന്ത്യൻ കമ്പനികൾ വില പരിഷ്കരിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രീമിയം പെട്രോൾ വില കൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നയാര എനർജിയും വില കൂട്ടിയത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ സാധാരണ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവയുടെ വില കൂടുമെന്ന ആശങ്ക ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരളത്തിൽ UDF തരംഗമാണെന്ന് UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ. കരുനാഗപ്പള്ളി മണ്ഡലം UDF ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം ചേർന്നത്.
സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ അഭിപ്രായപ്പെട്ടു. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച UDF ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അവരൊന്ന് ചിരിക്കാതിരുന്നാൽ, അവരൊന്ന് നോക്കാതിരുന്നാൽ, അവരൊന്ന് തയ്ച്ചു പിടിക്കാതിരുന്നാൽ, അവരൊന്ന് തോളത്ത് പിടിച്ച് നെഞ്ചോട് ചേർക്കാതിരുന്നാൽ വോട്ടർമാർക്ക് പരാതി ഉണ്ടാവും. അത് നിങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഏത് മാർഗവും ഉപയോഗിച്ച് മഹേഷിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള രീതിയിൽ വോട്ടർമാരെ നേരിട്ട് കാണണം. ഒരു തവണയല്ല, പലതവണ കാണണം. ഇപ്പോൾ ഈ ബുക്ക് വന്നിരിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങളൊന്നും അതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ പലതവണ വോട്ടർമാരെ കണ്ട് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം. ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞത് മനഃപൂർവ്വമായി പറഞ്ഞതാണ്. കാരണം മഹേഷിന്റെ ഭൂരിപക്ഷമല്ല, മഹേഷ് ജയിക്കുക എന്നുള്ളതല്ല. മഹേഷ് ജയിക്കുമ്പോൾ നമ്മളെല്ലാവരും ജയിക്കുകയാണ്. മഹേഷിന് ഭൂരിപക്ഷം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്, നമുക്ക് എല്ലാവർക്കും ആഹ്ലാദമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു സംതൃപ്തിയും ചാരിതാർത്ഥ്യവുമാണ് ഉണ്ടാവുക. അഡ്വക്കേറ്റ് മടത്തിനേത്ത് വിജയൻ അധ്യക്ഷത വഹിച്ചു. R. രാജശേഖരൻ, ചിറ്റുമൂല നാസർ, ബിന്ദു ജയൻ, നജീം മണ്ണേൽ, വരുൺ ആലപ്പാട്, നീലികുളം സദാനന്ദൻ, അരുൺ രാജ് പീഡി, ശ്രീലത, N. കൃഷ്ണകുമാർ, P. സോമരാജൻ, അഡ്വക്കേറ്റ് KA ജവാദ്, BS വിനോദ, K. മോഹനൻ, AA അസീസ്, ഇർഷാദ് ബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം. ലീഗ് നേതാവ് A. ഇർഷാദിനെതിരെ കേസ്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നടപടിയെടുത്തത് UDF ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM. CPM UDF-നെ കണ്ടുപഠിക്കണമെന്നും സതീശൻ. പൊതുരംഗത്തുള്ള യുവതികൾക്കെതിരെ UDF നടത്തുന്ന ശക്തമായ കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF നേതൃനിര എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ മുഖകണ്ണാടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. പ്രതിഭയ്ക്കെതിരായ പരാമർശത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ. പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിച്ച് നയാര. പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് കമ്പനികളും വില വർദ്ധിപ്പിച്ചേക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.